യെസ്, അഡ്വക്കേറ്റ് കാളേശ്വരം രാജ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ കാളേശ്വരം രാജ, ഇപ്പോൾ പൗരത്വ നിയമ ഭേദഗതി നിലവിൽ വന്നിരിക്കുകയാണ്, പ്രാബല്യത്തിലായിരിക്കുകയാണ്. അതിന്റെ വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുകയാണ് കേന്ദ്രം. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ, പ്രഖ്യാപനം വരുന്നതിന് മുന്നോടിയായി തന്നെ ആ നീക്കങ്ങളുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത്. എന്താണ് താങ്കൾക്കുള്ള ആദ്യ പ്രതികരണം? ഇതിനു മുമ്പ് തന്നെ ഗവൺമെന്റ് വ്യക്തമാക്കിയതാണ് ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള ചട്ടങ്ങൾ പുറത്തിറക്കുമെന്നുള്ളത്. അത് സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് പ്രധാന CAA സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട കേസ്. അപ്പൊ അതിൽ കോടതിയുടെ ഭാഗത്തു നിന്നും വലിയ ഒരു കാലവിളംബം ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും ഈ തരുണത്തിൽ ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ ആ കാലവിളംബം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇപ്പോ അതിനെ നടപ്പിലാക്കുന്ന ഒരവസ്ഥയിലേക്കാണ് ഈ ചട്ടങ്ങൾ വരുന്നത്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് പലരുടെയും പൗരത്വം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥ പ്രത്യേകിച്ചും വടക്കേ ഇന്ത്യയിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഉണ്ടായേക്കാം. അപ്പൊ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് ഇല്ലെങ്കിൽ പ്രതിസന്ധികളിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കും. പലർക്കും ഈ NRCയും കൂടി വരികയാണെങ്കിൽ, ഇപ്പോ നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺഷിപ്പ് വരികയാണെങ്കിൽ പലർക്കും പൂർവികരുടെ അടക്കം പൗരത്വം തെളിയിക്കണമെന്നുള്ള അവസ്ഥ വരും. ആസാമിലൊക്കെ ഈ പ്രശ്നം വളരെ ഗുരുതരമാണ്. എന്തായാലും ഇതുവഴി ഒരു വിഭജനത്തിന്റെ രാഷ്ട്രീയം തന്നെയാണ് കേന്ദ്ര സർക്കാർ മുമ്പോട്ട് വെക്കുന്നത്. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, അവസരോചിതമായി സന്ദർഭോചിതമായി ഈ കാര്യത്തിൽ ഇടപെടുവാൻ നമ്മുടെ സുപ്രീം കോടതിക്ക് കഴിഞ്ഞില്ല. പക്ഷേ ശ്രീ കാളേശ്വരം രാജ, ഇതുമായി ബന്ധപ്പെട്ട ഹർജികൾ കോടതിയുടെ പരിഗണനയിലല്ലേ? അപ്പോൾ അതിൽ ഒരു അന്തിമ തീരുമാനം വരാതെ ഈ രീതിയിൽ നടപടികളുമായി മുന്നോട്ട് പോകാൻ കഴിയുമോ? അതായത് സ്റ്റേ ഇല്ല എന്നുള്ള സാങ്കേതികമായിട്ടുള്ള കാരണത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഇപ്പോൾ കേന്ദ്രം ഇതുമായിട്ട് മുൻപോട്ട് പോകുന്നത്. ഇത് തന്നെയാണ് ഡിമോണിറ്റൈസേഷന്റെ കാര്യത്തിലും അതുപോലെ മറ്റു ചില കാശ്മീർ പോലുള്ള കേസുകളുടെ കാര്യത്തിലും ഒക്കെ സംഭവിച്ചിട്ടുള്ളത് ഇങ്ങനെ തന്നെയാണ്. അപ്പം പിന്നീട് സുപ്രീം കോടതി വിധിക്കുമ്പോൾ ഭരണഘടനാ ബെഞ്ചിന്റെ ഭരണഘടനാ വിധിയാണെങ്കിൽ പോലും പലപ്പോഴും യാഥാർത്ഥ്യങ്ങളെ കൂടി ഉൾക്കൊള്ളേണ്ടതായിട്ട് വരും. അപ്പോ കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഒരു ദുരിതം സംഭവിച്ചതിന് ശേഷം അല്ല ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ കോടതി തീരുമാനമെടുക്കേണ്ടത്. കോടതി ഇതിന് മുമ്പ് തന്നെ തീരുമാനിക്കണമായിരുന്നു. കുറഞ്ഞ പക്ഷം ഇതുമായിട്ട് ബന്ധപ്പെട്ട തുടർ നടപടികൾ സ്റ്റേ ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. സ്റ്റേ ചെയ്തില്ല എന്നുള്ളതിനെ ഉപയോഗപ്പെടുത്തിയാണ് ഇപ്പോൾ ഗവൺമെന്റിന് ഇങ്ങനെ ചെയ്യുവാൻ സാധിക്കുന്നത്. നിർഭാഗ്യകരമായിട്ടൊരു അവസ്ഥാവിശേഷമാണ്. യെസ്, അതോടൊപ്പം ഈ നിയമ ഭേദഗതി നിലവിൽ വന്നതോടുകൂടി അത് രാജ്യത്തുണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങൾ, പ്രത്യാഘാതങ്ങൾ ഏത് രീതിയിലായിരിക്കും? പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കും. കാരണം ഇത് ഇന്നത്തെ അവസ്ഥയിൽ ഒരു പ്രത്യേക ന്യൂനപക്ഷ സമുദായത്തെ മാത്രം പുറത്തു നിർത്തുന്ന വിധത്തിലുള്ള അല്ലെങ്കിൽ അവരെ മാത്രം ബാധിക്കുന്ന വിധത്തിലുള്ള വളരെ ഡിവിസീവായിട്ടുള്ള വിഭജന ശേഷിയുള്ള രീതിയിലാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാര്യങ്ങൾ. പ്രത്യാഘാതം എന്ന് പറയുന്നത് പല വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും വടക്കേ ഇന്ത്യയിൽ തന്നെയും പലർക്കും പൂർവികരുടെ പൗരത്വം, സിറ്റിസൺഷിപ്പ് തെളിയിക്കാനുള്ള രേഖകളും മറ്റും ഹാജരാക്കേണ്ടത് വരും. ഇതുമായി ബന്ധപ്പെട്ടുള്ള ട്രൈബ്യൂണലുകൾ പ്രവർത്തിക്കും. പലതും കേസിന്റെ രൂപം പ്രാപിക്കും. അപ്പോൾ വർഷങ്ങളായിട്ട് ഇന്ത്യയിൽ താമസിക്കുന്ന പല ആളുകൾക്കും, മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട പല ആളുകൾക്കും അവരുടെ പൗരത്വം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയെ അഭിമുഖീകരിക്കേണ്ടി വരും. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇന്നത്തെ അവസ്ഥയിൽ പൗരന്മാർക്കിടയിൽ വിഭജനമുണ്ടാക്കാനും ഒരു വിഭാഗത്തെ തെരഞ്ഞുപിടിച്ച് കഷ്ടപ്പെടുത്താനും ബുദ്ധിമുട്ടിക്കാനും വേണ്ടി ആസൂത്രണം ചെയ്തിട്ടുള്ള ഒരു നടപടിയായിട്ട് മാത്രമേ ഇതിനെ കാണാൻ കഴിയൂ. ഇതിന്റെ പ്രത്യാഘാതങ്ങൾ നിർഭാഗ്യകരമെന്ന് പറയട്ടെ വളരെ വലുതായിരിക്കും. ഇങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു മതേതര ഇന്ത്യയിൽ എന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാൻ കഴിയൂ.